ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് പൊതുവെ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമായിരുന്നു മാർക്കറ്റിൽ നിന്നുണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റി 128 പോയിൻറ്റ് ഉയർന്നപ്പോൾ 22,957 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 802 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 48,867 ക്ലോസ് ചെയ്തു. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 51,529 ക്ലോസ് ചെയ്തപ്പോൾ 266 കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 16,009 ക്ലോസ് ചെയ്തപ്പോൾ 296 പോയിൻ്റ് കുറവുണ്ടായി. ഇന്ന് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 18.19 സെൻസെക്സ് ഇന്ന് 535 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 75,901 ക്ലോസ് ചെയ്തു. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 6,814 കോടിയുടെ ബൈയാണ് DIA നടത്തിയത്. എന്നാൽ ഇന്നും FII സെല്ലിംഗ് മോഡലാണ്. 4,921 കോടിയുടെ സെല്ല് നടത്തി. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബജാജ് ഫിനാൻസ് 4.31% നല്ലൊരു റാലി നടത്തി. ആക്സിസ് ബാങ്ക് 3.71%, ശ്രീറാം ഫിനാൻസ് 3.56%, ബജാജ് ഫിൻസർവ് 3.42%, HDFC ബാങ്ക് 2.67%, ടാറ്റ മോട്ടോഴ്സ് 2.64%, സിപ്ല 2.21%, ടാറ്റ സ്റ്റീൽ 2.04%, ICICI ബാങ്ക് 1.59%, M&M 1.54% ഗെയിൻ ഉണ്ടായി. ഇന്ന് ലോസസ് നോക്കിക്കഴിഞ്ഞാൽ സൺഫാർമ ഇന്ന് 4.24% ഇടിവ് രേഖപ്പെടുത്തി. ബ്രിട്ടാനിയ 2.15%, ഗ്രാസിം 1.75%, ഡോക്ടർ റെഡ്ഡി 1.15%, HCL ടെക് 1.02%, L&T 0.99%, ഏഷ്യ മോട്ടോഴ്സ് 0.86%, നെസ്ലെ ഇന്ത്യ 0.68%, TCS 0.62% ആൻഡ് ഏഷ്യൻ പെയിൻറ്റ് 0.56% ഇടിവാണെന്ന് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ഈ മാസത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്തത് നിഫ്റ്റി 22,957 നിന്ന് ക്ലോസ് ചെയ്തപ്പോൾ 3.31% ലോസാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 940 കമ്പനീസ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,920 കമ്പനീസ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് നോക്കിയാൽ ഇന്ന് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് കണ്ടത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 293 പോയിൻ്റ് ഗെയിൻ ഉണ്ടാക്കിയപ്പോൾ 22,264 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 240 പോയിൻ്റ് കുറവാണ് ഉണ്ടായത്, 41,820 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 104 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 6197 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 22,805 ക്ലോസ് ചെയ്തപ്പോൾ 422 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 2796 ക്ലോസ് ചെയ്തപ്പോൾ 495% കുറവാണ് വന്നത്. നിഫ്റ്റി FMCG 55,441 ക്ലോസ് ചെയ്തപ്പോൾ 212 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 8,157 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 862 ക്ലോസ് ചെയ്തപ്പോൾ 18 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1546 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ് കുറവുണ്ടായി. നിഫ്റ്റി എനർജി 31,966 ക്ലോസ് ചെയ്തപ്പോൾ 451 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് 3.75 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 8,116 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 289 പോയിൻറ്റ്സ് ഇടിഞ്ഞപ്പോൾ 13366 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,172 ക്ലോസ് ചെയ്തപ്പോൾ 65 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. ഇന്ന് ആകെ ഗ്രീനിൽ ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി റിയാലിറ്റി ആൻഡ് നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ആയിട്ടുള്ളൂ. യൂത്ത് റിസൾട്ട് ഡീറ്റെയിൽസ് നോക്കാം. 369 കമ്പനി 43% പ്രോഫിറ്റ് കാണിച്ചു. ACC 106% പ്രോഫിറ്റ് കാണിച്ചു. അദാനി ടോട്ടൽ ഗ്യാസ് 17% ലോസാണ് കാണിച്ചത്. അദാനി വിൽമർ 104.38% ഗെയിൻ കാണിച്ചു. ആദ്യത്തെ ബിർള സൺ ലൈഫ് 7.5% ഗെയിൻ ഉണ്ടായി. ആസ്ട്രക് ലൈഫ് സയൻസ് 32% പ്രോഫിറ്റ് ഉണ്ടായി. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് 25% പ്രോഫിറ്റ് കാണിച്ചു. കാനറ ബാങ്ക് 12% പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ കാണിച്ചു. കോൾ ഇന്ത്യ 17.5% ലോസാണ് കാണിച്ചത്. ഇമാമി എന്നാൽ 7% പ്രോഫിറ്റ് കാണിച്ചു. ഇന്ത്യൻ ഓയിൽ എന്നാൽ 77% ലോസാണ് കാണിച്ചത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസും 33% ലോസ് കാണിച്ചു. ജിൻഡാൽ ഡ്രില്ലിംഗ്
55% പ്രോഫിറ്റ് കാണിച്ചു. L&T ഫുഡ് 5% ലോസ് കാണിച്ചു. പെട്രോനെറ്റ് 27% ലോസ് കാണിച്ചു. പിരമൽ എൻ്റർപ്രൈസ് നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത്. 2000%ഓളം അവർ പ്രോഫിറ്റ് കാണിച്ചിരിക്കുകയാണ്. പ്രുഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി 37% പ്രോഫിറ്റ് കാണിച്ചു. ടാറ്റ സ്റ്റീൽ 43% ലോസാണ് കാണിച്ചത്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 27% പ്രോഫിറ്റ് കാണിച്ചു. യൂണിയൻ ബാങ്ക് 28% ഇയർ ഓണിൽ ഗ്രോത്താണ് കാണിച്ചത്. ഇനി നാളെ വരാനിരിക്കുന്ന റിസൾട്ട് കലണ്ടറാണ്. ആസ്ക് ഓട്ടോമോട്ടീവ്, ബജാജ് ഫിനാൻസ്, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്, കമ്പ്യൂട്ടർ ഏജ്, ക്രാഫ്റ്റ്സ്മാൻ, KPIT ടെക്നോളജീസ്, മാരുതി സുസുക്കി, റാഡിക്കോ ഖൈത്താൻ, റെനെ എൻജിൻ, റേമണ്ട്, ടാറ്റ മോട്ടോഴ്സ്, ടീം ലീസ് സർവീസസ്, വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ്, വെസ്റ്റ് ലവ് ഫുഡ് വേൾഡ് ലിമിറ്റഡ് എന്നീ കമ്പനിയുടെ റിസൾട്ടാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡേറ്റ ഫ്രം USA 29 Jan നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ബൈ.